വിലക്കുണ്ടായിട്ടും മാളികപ്പുറം ക്ഷേത്രത്തിൽ നാളികേര ഉരുട്ടൽ തുടരുന്നു. ഹൈക്കോടതി ഉത്തരവ് വേഗത്തിൽ ഭക്തർക്കുമേൽ അടിച്ചേൽപ്പിക്കാനാകില്ലെന്നാണ് ദേവസ്വം ബോർഡ് നിലപാട്. മാളികപ്പുറം ക്ഷേത്രത്തിന് ചുറ്റും നാളികേരം ഉരുട്ടുന്നവരിൽ ഏറെയും ഇതര സംസ്ഥാന തീർത്ഥാടകരാണ്. അവിടങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ഇത് പതിവാണത്രേ. അയ്യപ്പന്മാരോട് കാര്യം തിരക്കിയപ്പോൾ മറുപടി ഇങ്ങനെ: மாங்கல்யம் கல்யாணம் நடக்கிறது மஞ்சள் மாதாவுக்கு வந்து சாமி கும்பிட்டு போவோம். சாமி சபரிமலைக்கு வந்து மஞ்சள் மாதாவுக்கு தேங்காய் விட்டுறோம். அதாவது ஐயப்பர் வந்து இந்த இடத்துல அவருக்கு உதவுன மாளிகைப்புறத்தம்மன் இடம் கொடுக்குறேன், என்ன பார்க்க வர்ற பக்தர்கள் எல்லாம் ஒன்றையும் கண்டிப்பாக தரிசனம் பண்ணிட்டு போவாங்க. அவங்க உனக்கு கோயிலை சுற்றி அவங்க கொண்டு வர தேங்காவை உருட்டி உனக்கு പൂജ പണിയിട്ട് കിളമ്പുവാങ്ക. മലയാളികളായ മാളികപ്പുറങ്ങളും ചിലതൊക്കെ പറഞ്ഞു. എന്തിനാ മാളികപ്പുറത്തമ്മയ്ക്ക് നാളികേരം ഇട്ടെന്ന് പറയുന്നേക്കാം, എന്താണെന്ന് അറിയില്ല. അതെന്താ വെച്ചാൽ അങ്ങനെ എല്ലാവരും ഇട്ടിട്ട് കാണാണ്ട് അപ്പൊ ഞങ്ങളും തന്നെ ദൈവത്തിന് അങ്ങനെ വിറ്റെന്ന് പറഞ്ഞാൽ അങ്ങനെ വിറ്റരാം. അല്ല അത് എന്തിനാന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. വിഷയത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം അംഗീകരിക്കുന്നുണ്ടെന്ന് ദേവസ്വം. പക്ഷേ പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയില്ലെന്നാണ് നിലപാട്. ഘട്ടം ഘട്ടമായുള്ള ബോധവൽക്കരണത്തിലൂടെ അവസാനിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്നതും മഞ്ഞൾപ്പൊടി വിതറുന്നതും ആചാരമല്ലെന്നും അത് അനുവദിക്കരുതെന്നുമാണ് കഴിഞ്ഞ മാസം ഹൈക്കോടതി ഉത്തരവിട്ടത്. മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.